Hello, welcome all of you. Today we shall talk about C4 cycle. The C4 pathway or the C4 cycle was first traced by Hatch and Slack, and hence it is also called Hatch and Slack pathway. C4 cycle നമ്മൾ Hatch and Slack pathway എന്ന് പറയും. C4 plants like sugarcane, sorghum, maize, amaranthus, Phenopodium, digitalis, Potulica, cyperus, millets, ചെറുധാന്യങ്ങൾ. ഈ എക്സാമ്പിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ നമുക്കറിയാമല്ലോ ഈ ചീരവർഗ്ഗങ്ങൾ, ഈ സൈപ്രസ് എന്ന് പറയുന്ന മുത്തങ്ങ ഒരു മെഡിസിനൽ ആയിട്ടുള്ള ഒരു ചെറിയ പ്ലാന്റാണ്. ചെറുധാന്യങ്ങൾ അറിയാമല്ലോ. അപ്പോൾ ചെറുധാന്യങ്ങൾ ആ മില്ലറ്റ്സ് പഠിച്ചിരിക്കണം ഏതൊക്കെയാണെന്നുള്ളത് എക്സാമ്പിൾ വെച്ചെല്ലാം ചോദിക്കും. സീഫോർ പ്ലാന്റ് എന്ന് പറയാത്ത ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ചോളം, അല്ലെ, കരിമ്പ്, ഇതൊക്കെ ഇത്തരം പ്ലാന്റുകളിൽ അതിൻ്റെ ലീഫിൽ ഒരു പ്രത്യേക അനാറ്റമിയാണ്, കാരണം ക്രാൻസ് അനാറ്റമി. അപ്പൊ ഇത്തരം പ്ലാന്റുകൾ നമുക്ക് നോക്കിയറിയാം. മിക്കവാറും ട്രോപ്പിക്കൽ ഗ്രാസസിലും ഒക്കെ ഇത് കാണും. ഈ പറയുന്നതിൽ മിക്കവാറും ട്രോപ്പിക്കൽ ഗ്രാസിൽ ഇതെല്ലാം ട്രോപ്പിക്കൽ പ്ലാന്റ്സിന് പൊതുവെ ഹൈ ടെമ്പറേച്ചർ ഓപ്റ്റിമം ഉണ്ടല്ലോ. അപ്പൊ അത് കഴിഞ്ഞ ക്ലാസ് നമ്മൾ പറഞ്ഞ കാര്യം ഓർമ്മിക്കണം. C4 പ്ലാന്റ്സിന് ഹയർ ടെമ്പറേച്ചർ ഓപ്റ്റിമം ഉണ്ട്, C3ക്ക് ലോവർ ആണ്. അതാണ് ഞാൻ C3 സൈക്കിളെല്ലാം കണ്ടിട്ട് അറ്റൻഡ് ചെയ്യണമെന്ന് പറഞ്ഞത്. അത് പഠിച്ചു കാണുമല്ലോ അല്ലേ? അപ്പോൾ ഇതൊന്നും കാണാതെ പഠിക്കാനുള്ളതല്ല, എല്ലാം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇത് മനസ്സിലായല്ലോ. അപ്പൊ നമുക്ക് ക്രാൻസ് അനാറ്റമി എന്താണെന്ന് വ്യക്തമായിട്ട് നോക്കാം. ഇൻ ക്രാൻസ് അനാറ്റമി, mesophyll cells are clustered around the bundle sheath cells in a ring-like fashion, which give the appearance of a wreath. Wreath അറിയാലോ, അതെ. In C4 plants, the chloroplasts are dimorphic. That is, in mesophyll cells, the chloroplast is with the grana, while in bundle sheath cell, it is without grana. ഇത് നമുക്ക് ഡയഗ്രം കണ്ടെന്ന് ശരിക്കും മനസ്സിലാക്കാം. അണ്ടർസ്റ്റാൻഡ് വെൽ എന്നതിന് ശേഷം ബാക്കിലോട്ട് പോകും. ഓക്കെ, ക്രാൻസ് അനാറ്റമിയിൽ പല കാര്യങ്ങളുണ്ട്. അതിലൊന്ന് ക്ലോറോഫിൽ ഡൈമോർഫിക് ആണെന്ന് പറഞ്ഞു. അപ്പോൾ വ്യത്യസ്ത രീതിയിൽ അതിൻ്റെ ക്ലോറോഫിലല്ല ക്ലോറോപ്ലാസ്റ്റ് എന്ന രീതിയിലുണ്ട്. അപ്പൊ അതിന് നമുക്ക് അനാറ്റമി ഒരു ലീഫിനെ നോക്കാം. ഈ ലീഫ്, ഈ കാണിച്ചിരിക്കുന്ന ലീഫ് സീമൈസിന്റെ ആണ്, അപ്പോൾ ഒരു മോണോക്കോട്ടിന്റെ ആണ്. ഇത് മോണോക്കോട്ട് ലീഫില് ഈ ഡൈക്കോട്ട് ലീഫിലുള്ളതുപോലെ പാലിസേഡ് പാരൻകൈമ, സ്പോഞ്ചി പാരൻകൈമ ഒന്നും കാണത്തില്ല. ഇതില് മീസോഫിൽ സെല്ല് ഇത് യൂണിഫോം ആയിട്ട് നമുക്ക് കാണാം. ഇതാ യൂണിഫോം ആയിട്ട് മീസോഫിൽ സെൽ, ഇലയിലെ മീസോഫിൽ സെൽ ഇതാ കാണിക്കുക. അപ്പോൾ ഡൈക്കോട്ടിലാണെങ്കിൽ എന്താണ്? ഡൈക്കോട്ടില് അത് വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ പാലിസേഡ് പാരൻകൈമ, പിന്നെ സ്പോഞ്ചി പാരൻകൈമ കാണാം. അപ്പൊ ഇവിടെ മോണോക്കോട്ട് ആയതുകൊണ്ട് ഇതാണ് മീസോഫിൽ സെൽ. വ്യക്തമായിട്ടൊന്ന് മനസ്സിലാക്കുക. അതിനാണ് ഞാൻ വളരെ ആരാണ് ഓഡിയോ സൗമ്യാണ് അപ്പോ ഇതിവിടെ മോണോക്കോട്ട് ലീഫാണ് എന്ന് പറഞ്ഞാൽ ആരും തെറ്റിദ്ധരിക്കരുത്. C4 പ്ലാന്റ്സ് എല്ലാം മോണോക്കോട്ടാണെന്ന് അങ്ങനെ ഒന്നും തെറ്റിദ്ധരിക്കരുത്. അപ്പൊ ഇവിടെ ഇത് മോണോക്കോട്ട് ലീഫ് ആയതുകൊണ്ട് മീസോഫിൽ സെൽ ഇതാ യൂണിഫോമായിട്ട് കാണുന്നത്. അല്ല, അത് റീത്ത് പോലെയാണ് കാണുന്നത് എന്ന് പറഞ്ഞാൽ കണ്ടോ, റീത്ത് പോലെ കാണുന്നത്. ക്രാൻസ് എന്ന് പറഞ്ഞാൽ റീത്ത് ആണ്. റീത്ത് പോലെ എന്തിനു ചുറ്റും എന്ന് പറയുമ്പോൾ ബണ്ടിൽ ഷീത്തിന് ചുറ്റുമാണ്. അപ്പൊ ആദ്യം ബണ്ടിൽ ഷീത്ത് എന്താണെന്ന് നോക്കാം. C4 പ്ലാന്റിൽ പ്രോമിനന്റ് ആയിട്ട് കാണുന്നതാണ്, ഡൈക്കോട്ടിനേക്കാളും ഇവിടെ പ്രോമിനന്റ് ആയിട്ട് കാണുന്നതാണ് ബണ്ടിൽ ഷീറ്റ്സ്. ക്രാൻസ് അനാറ്റമി ആണല്ലോ നമ്മളിപ്പോ പറയുന്നത്. ക്രാൻസ് അനാറ്റമി അതിന്റെ പ്രത്യേകത വിത്ത് റെഫറൻസ് ടു സീമൈസിന്റെ ആണ് പറയുന്നത് മോണോക്കോട്ട് ലീഫിൽ. ഇവിടെ ഈ ബണ്ടിൽ ഷീത്ത് നോക്കി, ഇതാ ബണ്ടിൽ ഷീത്ത്. ഷീത്ത് എന്ന് പറയുമ്പോൾ ഒരു ഒരു ആവരണം ഉണ്ടോ? എന്തിന്റെ ആവരണമാണ്? ഈ വാസ്കുലാർ ബണ്ടിലാണ് ഈ കാണിച്ചിരിക്കുക. ലീഫില് വാസ്കുലാർ ബണ്ടിൽ ഉണ്ടല്ലോ അല്ലെ? അപ്പൊ ലീഫില് വാസ്കുലാർ ബണ്ടിലാണ് കാണാൻ. അതിനു ചുറ്റും ഒരു ബണ്ടിൽ ഷീത്ത് ഉണ്ട്. ക്ലിയർ അല്ലേ? ഇതിലൊരു സംശയമില്ലല്ലോ, ഒരു സംശയമില്ലല്ലോ. സോ ഇനി രണ്ടെണ്ണം ക്ലോറോപ്ലാസ്റ്റ് നമുക്ക് നോക്കാം. ഇതില് C4 പ്ലാന്റില്
C4 പ്ലാന്റിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഉദാഹരണങ്ങൾ അമരാന്ത്, ഷുഗർ കെയിൻ. അപ്പൊ ഇങ്ങനെയുള്ള C4 പ്ലാന്റിൽ ഇവിടെ ഈ മീസോഫിൽ സെല്ലിൽ കാണുന്നത് ഒരു പ്രത്യേക രീതിയിലുള്ള ക്ലോറോപ്ലാസ്റ്റ്. ക്ലോറോപ്ലാസ്റ്റ് മീസോഫിൽ സെല്ലില് ക്ലോറോപ്ലാസ്റ്റ് വിത്ത് ഗ്രാനയാണ്. അത് വിത്ത് ഗ്രാനയാണ് സാധാരണ കാണുന്നത്. പ്രത്യേകം എന്ന് പറഞ്ഞത് ബണ്ടിൽ ഷീ സെല്ലിൽ കാണുന്നതിൽ ഗ്രാന ഇല്ല. നോക്കി, അവിടെ ആയിട്ട് തൈലക്കോയിഡ് ഉണ്ട്. സാധാരണ രീതിയിൽ തൈലക്കോയിഡ് ഇവിടെ എന്താ ഗ്രാനയിൽ കാണുന്നത് വൺ അബവ് ദ അതർ, ലൈക്ക് ദ പൈൽസ് ഓഫ് കോയിൻസ് ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കും. അങ്ങനെ ഇവിടെ ഉണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ ഇതാണ് ക്ലോറോപ്ലാസ്റ്റ് വിത്തൗട്ട് ഗ്രാന. അപ്പൊ ക്ലോറോപ്ലാസ്റ്റ് വിത്തൗട്ട് ഗ്രാന കാണുന്ന ഇവിടെ ബണ്ടിൽ ഷീറ്റ് സെല്ലാണ്. അതാ ഈ ബണ്ടിൽ ഷീറ്റ്. ക്ലിയർ അല്ലേ? അപ്പൊ നമ്മള് ഇപ്പൊ പഠിച്ചത് എന്തൊക്കെയാ? C4 പാത്വേ, ഹാച്ചൻ സ്ലാക്ക് പാത്വേ എന്ന് പറയും. കാര്യം അത് കണ്ടുപിടിച്ച ആളിന്റെ പേരിൽ. പിന്നെ അതിന്റെ ഉദാഹരണങ്ങൾ മനസ്സിലായി. ഇനി ഇത്തരം പ്ലാന്റുകളിലെ ലീഫില് എന്ത് കാണും? എന്ത് അനാറ്റമിയാ? ക്രാൻസ് അനാറ്റമി കാണും. അതാണ് നമ്മളിപ്പോ മനസ്സിലാക്കുന്നത്. അപ്പൊ ഈ ക്രാൻസ് അനാറ്റമി എല്ലാവർക്കും മനസ്സിലായി കാണാം. തീർന്നില്ല, ഇനിയുമുണ്ട് ക്രാൻസ് അനാറ്റമിയില്. അതായത് ഇവിടെ C4 പ്ലാന്റ്സിനെ സംബന്ധിച്ചിടത്തോളം ലൈറ്റ് റിയാക്ഷൻ occurs in mesophyll cell, whereas in bundle sheath cell എന്ത് കാണും? ഒക്കെയും C3 സൈക്കിൾ അഥവാ ഡാർക്ക് റിയാക്ഷൻ. ക്ലിയർ അല്ലേ? Thus in C4 plants both mesophyll cells and bundle sheath cells are involved in photosynthesis. അതെ. എന്നാൽ C3 പ്ലാന്റ്സിലോ പറഞ്ഞോളൂ, എല്ലാവരും വായിച്ചുകൊണ്ട് വരാൻ ഞാൻ പറഞ്ഞു. എന്നാൽ C3 പ്ലാന്റ്സിലോ ഈ ലൈറ്റ് റിയാക്ഷനും ഡാർക്ക് റിയാക്ഷനും നടക്കുന്നത് എവിടെ തന്നെയാണ്? മീസോഫിൽ സെൽസിൽ തന്നെയാണ്. ഇതെന്താ അറിയാത്തത്? ഇതന്നെ. അപ്പോ ഞാൻ പറയുന്ന രീതി തന്നെ പഠിക്കണം കേട്ടോ. എന്നാലേ ഈ നെറ്റിനുള്ള ക്വസ്റ്റ്യൻ എല്ലാം ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. വായിച്ചുകൊണ്ട് വരണമെന്ന് പറഞ്ഞാൽ വായിച്ചുകൊണ്ട് തന്നെ വരണം കേട്ടോ. എന്നാലേ ഇത് ക്ലാസ് എല്ലാം ഫുൾ ബെനിഫിറ്റ് ആവുള്ളൂ. സോ അപ്പോ C4 പ്ലാന്റ്സില് ഇവിടെ ഒന്നുകൂടെ C4 പ്ലാന്റ്സിനെ ഇവിടത്തോളം മീസോഫിൽ സെൽസും ഫോട്ടോസിന്തസില് ടേക്ക് പാർട്ട് ചെയ്യുന്നുണ്ട്. അതായത് പിന്നെ ബണ്ടിൽ ഷീറ്റ് സെല്ലും ടേക്ക് പാർട്ട് ചെയ്യുന്നുണ്ട്. കാര്യം ബണ്ടിൽ ഷീറ്റ് സെൽസ് അത്ര പ്രോമിനന്റ് അല്ല പിന്നെ ഇതില് C3 പ്ലാന്റ്സില്. C4 പ്ലാന്റ്സിന്റെ ഒരു പ്രത്യേകതയാണ് ഈ ബണ്ടിൽ ഷീറ്റ് സെൽസ് ഇങ്ങനെ പ്രോമിനന്റ് ആയിട്ട് കാണുക, അതായത് വാസ്കുലർ ബണ്ടിന് ചുറ്റും. അപ്പൊ ഈ ബണ്ടിൽ ഷീറ്റ് സെല്ലിലും കൂടെ ഫോട്ടോസിന്തസ് നടക്കുന്നുണ്ട്. ഫോട്ടോസിന്തസിന്റെ ഏത് പാർട്ടാ? ഡാർക്ക് റിയാക്ഷൻ അല്ലെങ്കിൽ C3 സൈക്കിൾ. അപ്പൊ C3 സൈക്കിൾ C4 പ്ലാന്റ്സിലും അപ്പൊ ഉണ്ട് അല്ലെ? അതാണല്ലോ ഇപ്പൊ മനസ്സിലാക്കിയത്. അപ്പോ C3 സൈക്കിൾ എന്ന് പറയുന്നത് കോമൺ ആണ്, എല്ലാ പ്ലാന്റ്സിലും കാണാം. പക്ഷെ ഇവിടെ ഒരു പ്രത്യേകത, ഈ C3 സൈക്കിൾ അഥവാ ഈ ഡാർക്ക് റിയാക്ഷൻ ബണ്ടിൽ ഷീറ്റ് സെല്ലിലാണ് കാണുന്നത്. അപ്പോ ഇവിടെ ആവശ്യമുള്ള ഒരു എൻസൈം ഉണ്ട്, റുബിസ്കോ എൻസൈം. അപ്പൊ ഇതെല്ലാം വച്ച് ചോദിക്കും, അത് എവിടെ കാണുന്നു, C4 എവിടെ കാണുന്നു, ഇതെല്ലാം ഇത് പഠിച്ചു കഴിയുമ്പോൾ വ്യക്തമായിട്ട് നിങ്ങൾക്കത് മനസ്സിലാകും. ഇനി അപ്പൊ in C4 plants light reaction occurs in mesophyll cells, whereas in bundle sheath cells mainly occur what? C3 cycle. Thus in C4 plants both mesophyll cells and bundle sheath cells are involved in photosynthesis. അടുത്തത്, in C3 plants only mesophyll cells are involved in photosynthesis. അല്ലെ? ഇപ്പൊ C3 ആണെന്നിരിക്കട്ടെ, ഇത് C3യിൽ കാണുന്ന ആളെന്നിരിക്കട്ടെ. C3യിൽ കാണുന്നതിൽ എന്താ ഇവിടെ മീസോഫിൽ സെൽസിലാണല്ലോ ഫോട്ടോസിന്തസിസ് എല്ലാം നടക്കുന്നത്. ഇപ്പൊ ലൈറ്റ് റിയാക്ഷൻ ഇവിടെ ഈ ഗ്രാനയിൽ നടക്കും, ഡാർക്ക് റിയാക്ഷൻ ഇതിന്റെ സ്ട്രോമയിൽ നടക്കും എന്നല്ലോ. അപ്പൊ അതുപോലെ ഇവിടെയും, ഇവിടെ C4ലാണെങ്കിൽ ഇവിടെയാണ് എന്ത് നടക്കുന്നത്? ബണ്ടിൽ ഷീറ്റ് സെല്ലിലാണ് ഇത് ക്ലിയർ ആയല്ലോ? ഞാൻ ഇത്രയും നേരം എടുത്ത് പറയുന്നത് ഇതെല്ലാവർക്കും മനസ്സിലിരിക്കണം, അതിനാണ്. സോ അടുത്ത പോയിന്റിലേക്ക് പോകാമല്ലോ. In C3 plants, Calvin cycle occur in mesophyll cells, while in C4 plants it occurs in bundle sheath cells. Then
ഇനി നമുക്ക് സാർ അപ്പം ബണ്ടിൽ ഷീറ്റ് സെല്ലില് റുബിസ്കോൺ ഉണ്ട് അല്ലേ? അതല്ലേ ഇത് പറഞ്ഞത്, മനസ്സിലായോ? അവിടെ ഉണ്ട്. സെറ്റിലും ഒക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ അല്ലേ ഇതൊക്കെ പലരും. അതുകൊണ്ട് എനിക്കറിയാം നിങ്ങൾക്ക് സംശയം വരുന്നത്. അത് ഇനിങ്ങനെയും അല്ല, അവിടെ വേറെ ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിക്കും. അതായത് ലൈറ്റ് ഇത്, അതായത് C3 സൈക്കിളിൽ നടക്കുന്ന സംഭവങ്ങൾ ചോദിച്ചിട്ട് C4 അത് ഇവിടെ നടക്കുന്നതെന്ന് ചോദിക്കും. ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ ഇത് only one thing, ഇത് രണ്ടും വ്യക്തമായിട്ട് മനസ്സിലാക്കുക. അതിനാണ് ഞാൻ ഇത് ഇത്രയും പറഞ്ഞത്. ദെൻ സോ നെക്സ്റ്റ്, ഇനി നമുക്കിവിടെ വ്യക്തമായിട്ട് അതിന്റെ പ്രോസസ് പഠിക്കാം. മനസ്സിലായല്ലോ? ശരിക്കും അതിന്റെ പ്രോസസ് ഓർഡർ ആയിട്ട് നമുക്ക് പഠിക്കാം. ഇവിടെ the primary, അതിന്റെ പ്രോസസ് തുടങ്ങാൻ പോവാണ്. സൈക്കിൾ. The primary carbon dioxide acceptor in C4 cycle is phosphoenol pyruvate. തന്നല്ലോ. C3 സൈക്കിളിലെ പ്രൈമറി കാർബൺ ഡൈ ഓക്സൈഡ് അക്സെപ്റ്റർ ഏതാണ്? യെസ്. ഇനി അങ്ങ് മൈക്രോ ഓഫ് ആക്കുക. അപ്പോ RUP ഞാൻ എനിക്ക് കൂടുതൽ അങ്ങനെ എല്ലാവരും ചോദിക്കില്ല, എല്ലാവരും പഠിച്ചിരിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. കാര്യം അത് പഠിച്ചിട്ട് വരണം എന്ന് മെസ്സേജ് ഇടുന്നത് ചിലർ മെസ്സേജ് നോക്കിയിട്ട് പോലും ഇല്ല എന്ന് തോന്നുന്നു. ഞാൻ ശ്രദ്ധിച്ചു. അപ്പോ പറയുന്ന പോലെ ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. സോ ഇറ്റ് ഈസ് പ്രസന്റ് ഇൻ ദ ക്ലോറോപ്ലാസ്റ്റ് ഓഫ് മീസോഫിൽസ്. അപ്പോ മീസോഫിൽസിന്റെ ക്ലോറോപ്ലാസ്റ്റിലാണ് ഇത് കാണുന്നത്. പെപ്പ്, അതായത് it combines with the phosphoenol pyruvate combines with the carbon dioxide to form a 4-carbon compound called oxaloacetic acid. ഞാൻ ഡയഗ്രാം കാണിച്ച് ശരിക്കും വ്യക്തമായിട്ട് പറയാം. ഇപ്പോൾ ഈ പ്രോസസ് പിന്നീട് നമ്മൾ വായിച്ചിട്ടാണ് അവിടെ. അപ്പോൾ ഇതാ phosphoenol pyruvate combines with the carbon dioxide and in the presence of PEPCO, അതായത് ശരിക്കും മറ്റൊരിടത്ത് റുബിസ്കോ ആണെങ്കിൽ ഇവിടെ PEPCO എൻസൈം, ഫോസ്ഫോയിനോൾ പൈറുവേറ്റ് കാർബോക്സിലേസ് എൻസൈം, അതവിടെ കാണിച്ചില്ല. ഇവിടെ എൻസൈം ഉണ്ട്. അതിന്റെ സാന്നിധ്യത്തിൽ നമുക്ക് കാർബൺ ഡയോക്സൈഡ് ഫിക്സ് ചെയ്ത് ഓക്സാലോഅസെറ്റിക് ആസിഡ് ആകുന്നുണ്ട്. ഓക്സാലോഅസെറ്റിക് ആസിഡ് ആയിട്ട് മാലിക് ആസിഡ് ആകുന്നുണ്ട്. ചില കേസസിൽ ഈ ഓക്സാലോഅസെറ്റിക് ആസിഡ് അസ്പാർട്ടിക് ആസിഡ് ആകും. അതിന്റെ വേരിയേഷനിൽ വരുന്നതാണ്. അതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പോൾ അടുത്ത കാലത്ത് സെറ്റിന് പോലും അത് ചോദിക്കുന്നുണ്ട്. പലരും +2 ലെവലിൽ നിങ്ങൾക്ക് അറിയാമല്ലോ, നിങ്ങൾ പറഞ്ഞു ഇവിടെ അങ്ങ് നമ്മൾ പോകും. ചില കേസിൽ ഇങ്ങോട്ട് ആസ്പാർട്ടിക് ആസിഡ് ആകും, ആസ്പാർട്ടിക് ആസിഡ് വീണ്ടും ഓക്സാലോഅസെറ്റിക് ആസിഡ് എന്നങ്ങ് പറഞ്ഞ് തള്ളുകയാണ്. അതിൽ കാര്യമുണ്ട്, അതിന്റെ വേരിയേഷനിൽ വരുന്നതാണ്. ആദ്യം വേരിയേഷൻ നമുക്ക് പിന്നീട് പഠിക്കാം. ആദ്യം സ്ട്രൈറ്റ് ആയിട്ട് അങ്ങ് പഠിക്കാം. അപ്പോൾ ഓക്സാലോഅസെറ്റിക് ആസിഡ് ബിക്കം മാലിക് ആസിഡ്. അടുത്തത് മാലിക് ആസിഡ് ഷണ്ട് എന്ന് പറയും. മാലിക് ആസിഡ് മീസോഫിൽ സെല്ലിൽ നിന്ന് ബണ്ടിൽ ഷീറ്റ് സെല്ലിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ മാലിക് ആസിഡ് ഷണ്ടുകളാണ്. ഇനി അപ്പോൾ മനസ്സിലായല്ലോ. The primary carbon dioxide acceptor in C4 cycle is phosphoenol pyruvate. PEP is a 3-carbon compound. അത് കാർബൺ ഡയോക്സൈഡിലെ ഒരു കാർബണും കൂടെ ചേർന്നിട്ട് ഓക്സാലോഅസെറ്റിക് 4 കാർബൺ ഉള്ളതായി. ദിസ് റിയാക്ഷൻ ഈസ് കാറ്റലൈസ്ഡ് ബൈ എന്താണ്? പെപ്കോ. ഓക്സാലോഅസെറ്റിക് ആസിഡ് ഈസ് ദ ഫസ്റ്റ് സ്റ്റേബിൾ കോമ്പൗണ്ട് പ്രൊഡ്യൂസ്ഡ് ഇൻ ഹാച്ചൻസ് ലാഗ്. C3 ഞാൻ എന്താണെന്ന് ചോദിക്കുന്നില്ല, അറിയാമല്ലോ. So it is called as C4 cycle. Oxaloacetic acid is reduced to malic acid by the enzyme malate dehydrogenase using NADPH. അപ്പോൾ ഓക്സാലോഅസെറ്റിക് ആസിഡ് മാലിക് ആസിഡ് ആകുന്നത് എങ്ങനെയാണ്? മാലേറ്റ് ഡീഹൈഡ്രോജനേസ് എന്ന എൻസൈമാണ്. ഞാൻ ഇവിടെ കൊടുത്തിട്ടില്ല. യൂസിങ് NADPH. ഇവിടെ NADPH ആണ്, ഇവിടെ NADPH ആണ്. ഇവിടെ ഉള്ള NADPH ഇവിടത്തെ NADP മാലിക് എൻസൈമായിട്ട് ഗുലുമാലാകരുത്. ഇവിടെ അങ്ങ് മാറി, ഇവിടെ അങ്ങ് തീർന്നു. അപ്പൊ ഇവിടെ ഇതാണ് പല കാര്യത്തിലും ചോദിക്കുന്നത്. വേരിയേഷൻസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ C4ന്റെ. NADP ME ടൈപ്പ് എന്ന്, NAD ME ടൈപ്പ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അത് ഞാൻ പറയാം. അപ്പൊ വേരിയേഷനിലേക്ക് പിന്നെ പോകാം. അപ്പോൾ ആ വേരിയേഷൻ ഇവിടെയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്? only one thing, oxaloacetic acid converted into malic acid with the help of malate dehydrogenase enzyme using NADPH. ഓക്കെ, അതങ്ങ് പോയി. ഇനി മാലിക് ആസിഡ് ഷണ്ട് വഴി അത് ഇവിടെ വന്നു, മീൻസ് ബണ്ടിൽ ഷീറ്റ് സെല്ലിൽ വന്നു മാലിക് ആസിഡ്. ഇതാ വന്നു. 4 കാർബൺ കോമ്പൗണ്ട് തന്നെയാണോ അല്ലോ ഓക്സാലോഅസെറ്റിക് ആസിഡ് മാലിക് ആസിഡ്. ഇനി അടുത്ത സംഭവം എന്താണെന്ന് നോക്കാം. ഇപ്പോ ഈ ഓക്സാലോഅസെറ്റിക് ആസിഡും മാലിക് ആസിഡും ഡൈ കാർബോക്സിലിക് 2 കാർബോക്സിലിക് ഗ്രൂപ്പ് ഉള്ളതാണ്.
അതുകൊണ്ട് തന്നെ എന്താ ഡൈകാർബോക്സിലിക് ആസിഡ്സ് എന്ന് പറയും. അതുകൊണ്ട് തന്നെയാണ് C4 സൈക്കിളിനെ ചില സ്ഥലങ്ങളിൽ ഡൈകാർബോക്സിലിക് ആസിഡ് സൈക്കിൾ എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. അതും ചിലര് നിങ്ങൾക്കും ഒരുപക്ഷെ അത് സംശയം കാണും, അത് ഓർത്തിരിക്കുക. ഇങ്ങനെയെല്ലാം വേരിയേഷനോട് ചോദിക്കും കേട്ടോ. ഇത് രണ്ടും പിന്നെ ഡൈകാർബോക്സിലിക് ആസിഡ്, ഡൈകാർബോക്സിലിക് ആസിഡ് സൈക്കിൾ എന്ന് പറയും. അപ്പോൾ ഡൈകാർബോക്സിലിക് ആസിഡ് ഇത്രയും മനസ്സിലായല്ലോ. എന്തെങ്കിലും സംശയം ഉണ്ടോ ഇതുവരെ പറഞ്ഞത്? ഇല്ലല്ലോ. ഇൻ സം കേസസ് ഓക്സലോഅസെറ്റിക് ആസിഡ് ഈസ് കൺവേർട്ടഡ് ടു അസ്പാർട്ടിക് ആസിഡ്. നേരത്തെ പറഞ്ഞല്ലോ. അസ്പാർട്ടിക് ആസിഡ് ഈസ് ഓൾസോ ചേഞ്ച് ടു മാലിക് ആസിഡ്. അപ്പോൾ ആൻഡ് കണ്ടിന്യൂ ദ റിയാക്ഷൻ. അപ്പോൾ അതിന്റെ വേരിയേഷൻ പിന്നെ പറയാം. ഇപ്പോൾ സോ നെക്സ്റ്റ്, from chloroplast of mesophyll cells, the malic acid is transferred to the chloroplast of bundle sheath cells. From chloroplast of mesophyll cells, the malic acid is, അതിനെയാണ് എന്താ പറയുക, മാലിക് ആസിഡ് ഷണ്ട് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഇവിടെ പറഞ്ഞു. ഇനി അതിന് എന്താ സംഭവിക്കുക? In the bundle sheath cells, malic acid undergoes decarboxylation. കണ്ടോ? അതിന് മാലിക് ആസിഡിന് എന്ത് സംഭവം? ഡീകാർബോക്സിലേഷൻ അല്ലെ, കാർബൺ ഡയോക്സൈഡ് പോയി അത് കാൽവിൻ സൈക്കിളിലേക്ക് പോകും. ഇവിടെ എൻസൈം ഏതാ? NADP മാലിക് എൻസൈം. അതിനെ NADP ME ടൈപ്പ് എന്ന് പറയും ഇതിന്. അപ്പൊ ഞാൻ നേരത്തെ വേരിയേഷൻ പഠിക്കുമെന്ന് പറഞ്ഞല്ലോ, അത് 3 രീതിയിലാണ്. ഒന്ന് NADP ME ടൈപ്പ്, മറ്റൊന്ന് NADME ടൈപ്പ്, മറ്റൊന്ന് PCK ടൈപ്പ്. അത് ഞാൻ പിന്നെ പറയാം. 3 രീതിയിലുണ്ടെന്ന് പറഞ്ഞാൽ ഇത് ഒരു രീതി നമ്മൾ പറയുന്നു, പിന്നെ 2 രീതിയുള്ളൂ. ഇപ്പൊ ഹാച്ച് ആൻഡ് സ്ലാഗ് പാത്വേ, ഹാച്ച് ആൻഡ് സ്ലാഗ് കണ്ടുപിടിച്ചത് ഈ ഇനമാണ്. അപ്പൊ ഏത് ടൈപ്പാ? NADP ME ടൈപ്പ്. അതാണ് നമ്മൾ പഠിക്കുന്നത്. യൂഷ്വലി C4 സൈക്കിൾ പണ്ട് മുതലേ നമ്മൾ പഠിക്കുന്നത് NADP ME ടൈപ്പാണ്. വേരിയേഷൻ ഇത് പഠിച്ചു കഴിഞ്ഞാൽ വേരിയേഷൻ ഒന്നുമല്ല. സാധാരണ ഉള്ളതിൽ നിന്നും ഈ ഒരു വ്യത്യാസം, ആ വ്യത്യാസം ഞാൻ പറയാം. സോ മാലിക് ആസിഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് NADP ME ടൈപ്പ് enzyme or NADP malic enzyme decarboxylated to pyruvic acid. ഇതാ 4 കാർബൺ കോമ്പൗണ്ട്, പൈറുവിക് ആസിഡ് 3 കാർബൺ ഉള്ളതായി. കാരണം ഒരു കാർബൺ ഡയോക്സൈഡ് പോയി. ഇതാ ഈ കാർബൺ ഡയോക്സൈഡ് ആണ് എന്തിലേക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്? കാൽവിൻ സൈക്കിളിന് വേണ്ടി ഉപയോഗിക്കുന്നത്. പല ക്വസ്റ്റ്യനിലും ഈവൻ സെറ്റിൽ പോട്ടെ, കേറ്ററ്റ് പോലും ഇതിലുള്ള ഈ ടെസ്റ്റുകൾക്ക് പോലും ഇതിലൊന്ന് ചോദിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് C4 പ്ലാന്റ്സില് എന്ത് നടക്കാത്തത്? ഫോട്ടോ റെസ്പിറേഷൻ നടക്കാത്ത? ഇത്രയും കേട്ടോണ്ടിരുന്നിട്ട് ആർക്കെങ്കിലും പറയാമോ? എനിബഡി അറിയാമെങ്കിൽ പെട്ടെന്ന് പറയണേ. C4 പ്ലാന്റ്സില് എന്തുകൊണ്ടായിരിക്കാം C3 സൈക്കിൾ ഫോട്ടോ റെസ്പിറേഷൻ നടക്കാത്തത്? ഫോട്ടോ റെസ്പിറേഷൻ നടക്കുന്ന കണ്ടീഷൻസ് നമുക്കറിയാം. കാർബൺ ഡയോക്സൈഡിനെക്കാളും ഓക്സിജൻ കൂടിയിരിക്കുക, കാർബൺ ഡയോക്സൈഡ് കോൺസെൻട്രേഷൻ സെല്ലിൽ കൂടുതലാണെങ്കിൽ ആ ഫോട്ടോ റെസ്പിറേഷൻ നടക്കില്ല. ഇനി പറയാമോ? ഈ പാത്വേ ഒന്ന് കാണും. എന്താ? മാലിക് ആസിഡ് ബിക്കം പൈറുവിക് ആസിഡ് അല്ലെ, ഡീകാർബോക്സിലേഷൻ സംഭവിക്കുന്നു. ഇനിയും പറയാൻ അറിയത്തില്ല. അറിയാമെങ്കിൽ മൈക്ക് ഓൺ ചെയ്തിട്ട് പറയുക. ഇൻ C4 പ്ലാന്റ്സ് ഫോട്ടോ റെസ്പിറേഷൻ നടക്കാതിരിക്കുന്നതിന് ചില കാര്യങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ്. ഏതാ? അറിയത്തില്ല. Malic acid is broken down in the bundle sheath cell. Not broken down. Malic acid പറഞ്ഞോളൂ. Malic acid is converted to or decarboxylated to pyruvic acid.
അന്നേരം എന്താ സംഭവിക്കുക? എന്ത് റിലീസ് ചെയ്തു? കണ്ടുകൊണ്ടല്ലേ? കാർബൺ ഡയോക്സൈഡ്. ആ, എന്താ താമസം? കാർബൺ ഡയോക്സൈഡ്. അപ്പൊ ഇനി കാരണം പറഞ്ഞേ. ഇൻ C4 പ്ലാന്റ്സ് എന്തുകൊണ്ടാണ് സാധാരണ ഫോട്ടോ റെസ്പിറേഷൻ നടക്കാത്തത്? ഇനി പറഞ്ഞോളൂ. ബിക്കോസ് അറിയില്ല. Excess carbon dioxide is produced. Excess carbon dioxide is produced in bundle sheath cell when, പറഞ്ഞോളൂ, പൂരിപ്പിക്കുക. When malic acid is decarboxylated to pyruvic acid. ഇതല്ലേ? So next അപ്പൊ നമ്മുടെ ഇപ്പുറത്ത് പോകാം. ഇവിടെ കണ്ടല്ലോ, മാലിക് ആസിഡ് പൈറുവിക് ആസിഡ് ആവുന്നു. NADP മാലിക് എൻസൈം കൊണ്ട് അങ്ങനെ NADPH കാർബൺ ഡയോക്സൈഡ് കിട്ടുന്നുണ്ട്. അപ്പൊ പൈറുവിക് ആസിഡ് passes back to എങ്ങോട്ടാ? mesophil cells where it is converted to phosphoenol pyruvate, thus completing the cycle. Carbon dioxide released in the bundle sheath cell enter into the C3 cycle. Since carbon dioxide concentration is higher near Rubisco enzyme in C4 plants, C4 plant photorespiration does not occur. But Rubiscoയുടെ അടുത്ത് വെച്ചല്ലേ കാർബൺ ഡയോക്സൈഡ് റിലീസ് ചെയ്ത് കൊടുക്കുന്നത്? തന്നെയോ? അപ്പൊ കാർബൺ ഡയോക്സൈഡ് അവിടെ എക്സസ് ഉണ്ട് C4 പ്ലാന്റ്സിൽ. എങ്ങനെയാ എക്സസ് വന്നത് ഒന്ന് പറഞ്ഞോളൂ. കാർബൺ ഡയോക്സൈഡ് എവിടെയാണ് എക്സസ് വരുന്നത്? ഈ ക്വസ്റ്റ്യൻ ഇവിടെ ഈ ഭാഗത്ത് വെച്ചാണ് എല്ലാം കുറെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. എന്താണ്? ബണ്ടിൽ ഷീത്ത് സെല്ലില് എക്സസ് കാർബൺ ഡയോക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു അല്ലെ? എന്ത് റിയാക്ഷൻ നടക്കുമ്പോഴാ? എന്താകുമ്പോഴാ? മാലിക് ആസിഡ് പൈറുവിക് ആസിഡ് ആയ ദെൻ വീണ്ടും പൈറുവിക് ആസിഡ് മീസോഫിൽ സെൽസിലോട്ട് പോയിട്ട് റീജനറേഷൻ ഓഫ് ഫോസ്ഫോയിനോൾ പൈറുവേറ്റ് ഉണ്ടാവും. ഓക്കെ, ദെൻ അടുത്തത് ഇനി അതിന്റെ എനർജിയുടെ കാര്യം നോക്കാം. ഫോർ ദ ഫിക്സേഷൻ ഓഫ് 1 molecule of carbon dioxide, C4 plants require 5 ATP and 2 ATP molecules. അപ്പോ that is 2 additional ATP are required. അപ്പോ ഒരു മോളിക്യൂൾ കാർബൺ ഡയോക്സൈഡ് ഫിക്സ് ചെയ്യാൻ C3 പ്ലാന്റില് ഒരു മോളിക്യൂൾ കാർബൺ ഡയോക്സൈഡ് ഫിക്സ് ചെയ്യാൻ C3 പ്ലാന്റ്സിന് എത്ര ATP വേണം? C3 പ്ലാന്റ്സില് അപ്പോ 6 മോളിക്യൂൾ കാർബൺ ഡയോക്സൈഡ് ഫിക്സ് ചെയ്യാൻ എത്ര വേണം? C3ല് 18. അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം എങ്ങനെയാണ്. ഇപ്പൊ NADPHല് വ്യത്യാസമല്ല, രണ്ടിലും വന്നിട്ട് തന്നെയാണ്. അപ്പൊ ഇവിടെ 3 ATP കൂടുന്നു ഒരെണ്ണം ഫിക്സ് ചെയ്യാൻ. അത് നമുക്കൊന്ന് നോക്കാം. നോക്കിയേ, ഇവിടെ ഇത് എന്താ ബണ്ടിൽ ഷീത്ത് സെല്ലിൽ എന്ത് നടക്കുന്നുണ്ട്? ബണ്ടിൽ ഷീത്ത് സെല്ലിൽ C3 നടക്കുക അല്ലെ? അതെ, ഡീകാർബോക്സിലേഷൻ നടക്കുന്നു. അതെ, എന്ന് പറഞ്ഞാൽ C3 സൈക്കിൾ നടക്കുന്നു അല്ലെ? ഡീകാർബോക്സിലേഷൻ നടന്നിട്ട് എന്ത് കിട്ടുന്നു? C3 സൈക്കിൾ നടക്കുന്നുണ്ട്. അപ്പൊ C3 സൈക്കിൾ നടക്കുമ്പം പിന്നെ അപ്പൊ എത്ര ATP യൂട്ടിലൈസ് ചെയ്തതു? സാധാരണ ഉള്ളതുപോലെ 3 ATP. ഒരെണ്ണത്തിന്റെ കാര്യമാണ് പറയുന്നത്, ഒരെണ്ണം വെച്ചിട്ട്. അപ്പോ എന്നിട്ട് ഇനി 2 അഡീഷണൽ എവിടെ പോകും? എവിടെ വെച്ചാണ് യൂട്ടിലൈസ് ചെയ്യുന്നത് ചോദിച്ചാല് ഇവിടെയാണ്. ഇവിടെ പൈറുവിക് ആസിഡ് വീണ്ടും ഇവിടെ ഫോസ്ഫോയിനോൾ പൈറുവേറ്റ് ആണല്ലേ? അത് നോട്ട് ചെയ്തോളൂ, മനസ്സിലായല്ലോ? അതെല്ലാം നോട്ടിലുണ്ട്. അപ്പോ കാൽവിൻ സൈക്കിളില് അഥവാ C3 സൈക്കിൾ നടക്കുമ്പോൾ ഒരു കാർബൺ ഡയോക്സൈഡ് ഫിക്സ് ചെയ്യാൻ എത്ര ATP? 3 ATP. ഇവിടെ പൈറുവിക് ആസിഡ് ഫോസ്ഫോയിനോൾ പൈറുവേറ്റ് ആകുമ്പോൾ 2 അഡീഷണൽ ATP വേണം. ഇവിടെയാണ് 2 കൂടുതൽ വേണ്ടി വരുന്നത്. അങ്ങനെയാണ് 5 ATP വേണ്ടത്. അപ്പൊ എന്താണ്? 630, 6 ഫിക്സ് ചെയ്യാൻ 30 ATP വേണം. ക്ലിയർ അല്ലേ? എല്ലാം കോൺട്രാസ്റ്റ് ആയിട്ട് പഠിച്ചോളണം. നെക്സ്റ്റ്
For the fixation of 1 molecule of carbon dioxide, C4 plants require 5 ATP and 2 NADPH molecules. That is 2 additional ATP molecules are required. So for the fixation of 6 molecules of carbon dioxide, 30 ATP and 12 NADPH are required. Thus C4 cycle is more energy expensive than C3 pathway. അപ്പൊ അത് ഒരു വാർത്ത ഓർക്കുക, ഇത് മോർ എനർജി എക്സ്പെൻസീവ് ആണ്. അതുകൊണ്ട് C4 പാത്വേ ഫോട്ടോസിന്തറ്റിക്കലി എഫിഷ്യന്റ് ആയിരിക്കുമോ അതോ എഫിഷ്യന്റ് അല്ലായിരിക്കുമോ? ആർക്കെങ്കിലും പറയാമോ? ആർക്കെങ്കിലും ആലോചിക്കാമോ? എനർജി എക്സ്പെൻസീവ് ആണല്ലേ മറ്റതിനേക്കാളും. പക്ഷേ ഫോട്ടോസിന്തറ്റിക്കലി ഇത് മോർ എഫിഷ്യന്റ് തന്നെയാണ്. അത് ഞാൻ എടുത്തു പറഞ്ഞത് ഫോട്ടോ റെസ്പിറേഷൻ ഇല്ലാത്തതുകൊണ്ട്. പക്ഷെ 30 ATP വേണം. ഇത് ചിലപ്പോ ഈ നെറ്റിനൊക്കെ ചോദിച്ചിട്ടുണ്ട്. നെറ്റിന് മാത്രമല്ല, സാധാരണ ഞാൻ പറഞ്ഞല്ലോ സെറ്റുകൾ ഇതിനെല്ലാം പോലും ചോദിക്കുന്നുണ്ട്. ഈ സ്റ്റേറ്റ്മെന്റ് തന്നെ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ് അല്ലെങ്കിൽ ഫാൾസ്. അതുപോലെ ഇൻ ഫോട്ടോ റെസ്പിറേഷൻ ഇൻ C4 പ്ലാന്റ് 30 ATP ആർ യൂസ്ഡ്. മറ്റേതിലാണെങ്കിൽ എന്താ പിന്നെ 18 ആണ്. അപ്പോ അന്നേരം പലരും വിചാരിക്കും എന്താണ് ഇത് ലെസ് എഫിഷ്യന്റ് ആയിരിക്കും. പക്ഷേ ATP ഒക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നു, മോർ എനർജി എക്സ്പെൻസീവ് തന്നെ. എന്നാലും ഏതാണെന്ന് പറഞ്ഞിട്ടുണ്ട് കണ്ടോ, ഈവൻ ദോ C4 plant is more energy expensive than C3 pathway, C4 plants are more efficient photosynthetically than C3 plants because of the absence of photorespiration. Clear alle? So next, variations in the mechanism of C4 cycle. വേരിയേഷൻ വ്യക്തമായിട്ടൊന്ന് മനസ്സിലാക്കണം. ഇത് എവിടെയാണ് വേരിയേഷൻ വരുന്നതെന്ന് പറഞ്ഞാൽ ഓൺ ദ ബേസിസ് ഓഫ് ദ വേ ദ ഡൈകാർബോക്സിലിക് ആസിഡ്, ഇതെല്ലാം ഡൈകാർബോക്സിലിക് ആസിഡ്, മാലിക് ആസിഡും oxaloacetic acid is decarboxylated to 3-carbon pyruvic acid. C4 cycle can be classified into 3. ഒരു ടൈപ്പ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു, അതാണ് ടിപ്പിക്കൽ ഹാച്ച് ആൻഡ് സ്ലാക്ക് പാത്വേ. ഹാച്ച് ആൻഡ് സ്ലാക്ക് കണ്ടുപിടിച്ച പാത്വേ എന്താണ്? ആദ്യത്തെ ടൈപ്പ് NADPME ടൈപ്പ്. ഇതിലാണ് വേരിയേഷൻ ഉള്ള 2 എണ്ണം ഉണ്ട്, മൊത്തം 3. അപ്പൊ ഇത് എന്തിനെ ബേസ് ചെയ്തിട്ട് അങ്ങനെ 3 എണ്ണമായിട്ട് പിന്നെ മാറ്റുന്നത്? നമ്മൾ ഞാൻ ഡയഗ്രം കാണിച്ചു പറയാം. ഈ 3 ടൈപ്പ് യൂഷ്വൽ ടൈപ്പ് നമ്മൾ കണ്ട് പഠിക്കാം. അപ്പൊ ആദ്യത്തത് NADPME ടൈപ്പ്. ഞാനത് വീണ്ടും പറയുന്നില്ല, അതാണ് നമ്മളിപ്പോ പഠിച്ചത്. അപ്പോ ഓൺ ദ ബേസിസ് ഓഫ് ദ വേ ദ ഡൈകാർബോക്സിലിക് ആസിഡ് സൈക്കിൾ, അതായത് മാലിക് ആസിഡ് അതുപോലെ ഓക്സാലോസെറ്റിക് ആസിഡ് ഡീകാർബോക്സിലേറ്റഡ് ടു, ചിലത് ഓക്സാലോസെറ്റിക് ഡയറക്ട്ലി ആണ് ഡീകാർബോക്സിലേറ്റ് ചെയ്യുന്നത്, ചിലത് മാലിക് ആസിഡ് ആയിട്ടാണ്. അപ്പൊ അതുകൊണ്ടാണ് ഓക്സാലോസെറ്റിക് അല്ലെങ്കിൽ മാലിക് ആസിഡ് ഡീകാർബോക്സിലേറ്റ് പൈറുവിക് ആസിഡ് ആകുന്ന അവസ്ഥ, അതിനെ ബേസ് ചെയ്തിട്ടാണ്. ഇതാ നമ്മുടെ ഇവിടെ എന്താ, മാലിക് ആസിഡ് പൈറുവിക് ആസിഡ് ആയി, ഇവിടെ NADPME ടൈപ്പ്. ചില കേസിൽ ഓക്സാലോസെറ്റിക് ആസിഡ് എന്താകും, പൈറുവിക് ആസിഡ് ഡയറക്റ്റ് ആകും. ആ ചില ടൈപ്പ് ഞാൻ പറയാം. അവിടെ എൻസൈമും വേറെയാണ്. അപ്പൊ എന്തിനെ അടിസ്ഥാനമാണ് ഈ C4 സൈക്കിളിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്ന 3ആയിട്ട്? എന്തിനെ ബേസ് ചെയ്തിട്ടാ? ദ വേ ദ ഡൈകാർബോക്സിലിക് ആസിഡ്. അപ്പൊ മാലിക് ആസിഡ് ആണല്ലോ ഡീകാർബോക്സിലേറ്റ് ചെയ്യുന്നത്, പക്ഷെ ചില കേസിൽ ഓക്സാലോസെറ്റിക് ആസിഡ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ചോയ്സ് പറഞ്ഞിരിക്കുന്നത് മാലിക് ആസിഡ് അല്ലെങ്കിൽ ഓക്സാലോസെറ്റിക് ആസിഡ് എങ്ങനെയാണ് 3-carbon കോമ്പൗണ്ട് ആയ പൈറുവിക് ആസിഡ് ആകുന്നത്? 3-carbon കോമ്പൗണ്ട് ആണല്ലോ പൈറുവിക് ആസിഡ്. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ട് ഒരു ടൈപ്പ് പഠിച്ചല്ലോ, മാലിക് ആസിഡ് NADP മാലിക് എൻസൈം, അതാണ് NADPME എൻസൈം. അതാണ്, അതുകൊണ്ടാണ് ഹാച്ച് ആൻഡ് സ്ലാക്ക് കണ്ടുപിടിച്ച ഹാച്ച് ആൻഡ് സ്ലാക്ക് പാത്വേ ശരിക്കും എന്താകുന്നത് NADPME ടൈപ്പ്. ഇനി അടുത്ത് NADME ടൈപ്പ് ആണ്. നമ്മൾ 3 ടൈപ്പ് പഠിച്ചല്ലോ, ഒന്നുകൂടെ പറഞ്ഞുതരാം. മൂന്ന് രീതിയിലുണ്ട് കണ്ടോ, NADME ടൈപ്പ്. അടുത്ത് നമ്മൾ പഠിക്കാം NADME ടൈപ്പ്, NADP അല്ല NADME ടൈപ്പ്, ദെൻ PCK ടൈപ്പ്. നമ്മൾ NADME ടൈപ്പ് പഠിക്കാം, അത് ഡയഗ്രാം കണ്ടൊന്ന് നോക്കാം. ഇവിടെ
NAD ME ടൈപ്പ് ഇതിലാണെങ്കിൽ ഓക്സാലോ അസറ്റിക് ആസിഡ് എന്താകും അറിയാമോ? അസ്പാർട്ടിക് ആസിഡ് ആകും. വ്യക്തമായിട്ടൊന്ന് നോക്കണേ. ഓക്സാലോ അസറ്റിക് ആസിഡ്, അസ്പാർട്ടിക് ആസിഡ്. എന്നിട്ട് ഈ അസ്പാർട്ടിക് ആസിഡ് എങ്ങോട്ട് പോകുമെന്ന് അറിയാമോ? ഇറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ടു മൈറ്റോകോൺട്രിയ. മൈറ്റോകോൺട്രിയ മീസോഫിൽ സെൽസിൽ മൈറ്റോകോൺട്രിയലല്ല, ഈ ബണ്ടിൽ ഷീത്ത് സെല്ലിലെ മൈറ്റോകോൺട്രിയയിലേക്ക് പോകും. ഇൻ ദ മൈറ്റോകോൺട്രിയ അസ്പാർട്ടിക് ആസിഡ് ഇസ് കൺവേർട്ടഡ് ബാക്ക് ടു ഓക്സാലോഅസറ്റിക് ആസിഡ്. അത് വീണ്ടും മൈറ്റോകോൺട്രിയയിൽ ഇരുന്നു കൊണ്ട്, ഇവിടെയുള്ള മൈറ്റോകോൺട്രിയയിൽ ഇരുന്നു കൊണ്ട് അത് എന്താകും? ഓക്സാലോഅസറ്റിക് ആസിഡ് ആകും. എന്നിട്ട് അത് റെഡ്യൂസ് ടു മാലിക് ആസിഡ്. ഇവിടെ ഇരുന്നുകൊണ്ട് മനസ്സിലാക്കുക, ഇവിടെ ഇരുന്നുകൊണ്ട് സപ്പോസ് ഇവിടെയാണ് മൈറ്റോകോൺട്രിയ. മൈറ്റോകോൺട്രിയയിൽ ഈ അസ്പാർട്ടിക് ആസിഡ് വന്നിട്ട് ആ അസ്പാർട്ടിക് ആസിഡ് എന്താകും? മാലിക് ആസിഡ് ആകും. എന്നിട്ട് എന്തുണ്ടാകും? മൈറ്റോകോൺട്രിയയിൽ വെച്ചപ്പോ ഇൻ ദ മൈറ്റോകോൺട്രിയ അസ്പാർട്ടിക് ആസിഡ് കൺവേർട്ട് ടു ഓക്സാലോഅസറ്റിക് ആസിഡ് ആകും. അപ്പൊ ഇവിടെയാണ് മൈറ്റോകോൺട്രിയ. മൈറ്റോകോൺട്രിയയിൽ അസ്പാർട്ടിക് ആസിഡ് വന്നു. മൈറ്റോകോൺട്രിയ ഓഫ് എവിടെ? ബണ്ടിൽ ഷീത്ത് സെൽ. ഇൻ ദ മൈറ്റോകോൺട്രിയ അസ്പാർട്ടിക് ആസിഡ് കൺവേർട്ടഡ് ബാക്ക് ടു ഓക്സാലോഅസറ്റിക് ആസിഡ്. എന്നിട്ട് ഓക്സാലോഅസറ്റിക് ആസിഡ് റെഡ്യൂസ് ടു മാലിക് ആസിഡ്. എന്നിട്ട് മാലിക് ആസിഡ് എന്താകും? പൈറുവിക് ആസിഡ്. ഇതിന് വേണ്ട എൻസൈം എന്ന് പറയുമ്പോൾ NAD മാലിക് എൻസൈം ആണ്. അതുകൊണ്ടാണ് NAD ME ടൈപ്പ്. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ ഉള്ളതുപോലെ തന്നെയാണ്. ഒരു വ്യത്യാസം എന്താണ്? അസ്പാർട്ടിക് ആസിഡ് ഇങ്ങ് വന്ന് ഇവിടുത്തെ മൈറ്റോകോൺട്രിയക്കകത്ത് കയറി, ഇൻ ദ മൈറ്റോകോൺട്രിയ അസ്പാർട്ടിക് ആസിഡ് കൺവേർട്ടഡ് ബാക്ക് ടു ഓക്സാലോഅസറ്റിക് ആസിഡ്. ഓക്സാലോഅസറ്റിക് ആസിഡ് എന്നിട്ട് പിന്നെ മാലിക് ആസിഡ് ആകും. എന്നിട്ട് മാലിക് ആസിഡ് ME, അതായത് NAD ME ടൈപ്പ് എൻസൈം ഉപയോഗിച്ചിട്ട് ഡീകാർബോക്സിലേഷൻ സംഭവിച്ചിട്ട് പൈറുവിക് ആസിഡ് ആകും. ഇത് നോട്ടുണ്ട്, ഒന്നുകൂടെ വായിച്ചൊന്ന് ബൈഹാർട്ടാക്കിയാൽ മതി. ഇനി അടുത്ത ഒരു ടൈപ്പ് എന്ന് പറയുന്നത് എന്താ? PCK ടൈപ്പാണ്. PCK ടൈപ്പ്, ദിസ് ടൈപ്പ് ഓഫ് പാത്വേ ഈസ് ആൾമോസ്റ്റ് സിമിലർ ടു NAD ME ടൈപ്പ്. അപ്പോൾ ആദ്യം NADP-ME ടൈപ്പ് പഠിച്ചാൽ പിന്നെ NAD ME ടൈപ്പ് പഠിക്കാൻ എളുപ്പമാണ്. ഇനി NAD ME ടൈപ്പ് പഠിച്ചാൽ PCK ടൈപ്പ് പഠിക്കാൻ എളുപ്പമാണ്. ഇവിടെ ആൾമോസ്റ്റ് സിമിലർ ടു NAD ME ടൈപ്പ്, ആൾമോസ്റ്റ് സിമിലർ. പക്ഷെ എന്താ വ്യത്യാസം? ആ രണ്ട് വ്യത്യാസം ഓർത്തിരിക്കുക. ഒന്ന്, മൈറ്റോകോൺട്രിയ ഇസ് നോട്ട് ഇൻവോൾവ്. ഫസ്റ്റ് എന്താണ്? മൈറ്റോകോൺട്രിയ നോട്ട് ഇൻവോൾവ്. സെക്കൻഡ്ലി, ഓക്സാലോഅസറ്റിക് ആസിഡ് എന്ത് ചെയ്യും? ഡയറക്ട്ലി ഡീകാർബോക്സിലേറ്റ് ടു പൈറുവിക് ആസിഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ? മാലിക് ആസിഡ് ആകുന്നില്ല. മനസ്സിലായല്ലോ? സോ ഇറ്റ് ഈസ് നോട്ട് കൺവേർട്ടഡ് ടു മാലിക് ആസിഡ്, ഡയറക്ട്ലി ഡീകാർബോക്സിലേറ്റ് ടു പൈറുവിക് ആസിഡ്. ഇത്രയും പിന്നെ ഒന്ന് വായിച്ച് പഠിച്ചുകൊണ്ടാൽ മതി. ഒന്നുകൂടെ നമ്മൾ വായിക്കുമ്പോൾ വ്യക്തമാകും. ഡയറക്ട്ലി ഡീകാർബോക്സ് ടു പൈറുവിക് ആസിഡ് ഇൻ ദ ബണ്ടിൽ ഷീത്ത് സെൽസ് ബൈ പെപ് കാർബോക്സികൈനേസ് എൻസൈം. കണ്ടോ, ആ എൻസൈമിനെ ബേസ് ചെയ്തിട്ടാണ് ഇതിന്റെ മൂന്നായിട്ടുണ്ട് വരുന്നത്. അപ്പൊ ഈ 3 ഡിവിഷനും പലരും MSc ബോട്ടണിക്കാരും MScക്ക് പഠിച്ചിട്ടില്ല എന്നാണ് എന്നോട് പറയുന്നത്. അപ്പൊ എല്ലാവരും അല്ല, ചില കോളേജുകളിൽ. അപ്പോൾ ഇത് 3ഉം കൂടെ നമ്മൾ ഇത്രത്തോളം ബാക്കിയെല്ലാം പഠിച്ചിട്ട് വേരിയേഷൻ പഠിച്ചില്ലെങ്കിൽ അതിനാണ് അല്ലെന്ന് ചോദിച്ചാലോ, അതുകൊണ്ടാണ്. അപ്പൊ ഇതിൻ്റെ ഉള്ള ഉദാഹരണം കൂടെ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണേ. ചിലപ്പോ അതിന്റെ ഉദാഹരണം മാത്രമേ ചിലപ്പോൾ ചോദിക്കുള്ളൂ. ഞാനിതിപ്പോ പറഞ്ഞുതരാം. ഇവിടെ NADP-ME ടൈപ്പ് നമ്മുടെ യൂഷ്വൽ ടോൺ, അത് അമരാന്തസ്, അട്രിപ്ലസ്, പോർട്ടലിക്ക, മിക്കവാറും മെജോറിറ്റി പ്ലാന്റ്സിൽ. ദെൻ ഈ സോറി നേരത്തെ അത് NADP-ME ടൈപ്പ് സക്കറ ഓപ്ഷൻ, കരിമ്പ്, ചോളം, ഇതിലെല്ലാം മനസ്സിലല്ലോ. നേരത്തെ പറഞ്ഞല്ല, NAD-ME ടൈപ്പാണ് അമരാന്തസ്, അട്രിപ്ലസ്, പോർട്ടലിക്ക. പിന്നെ PCK ടൈപ്പ് പാനിക്കം, ക്ലോറസ് ഗയാന, ഇതിലെല്ലാം. അതെല്ലാം C4 പ്ലാന്റ് ആണ്, ഓർത്തിരിക്കുക. സോ നെക്സ്റ്റ് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ ചെയ്യാം. ഫോളോയിങ് ആർ സം ഫാക്ട്സ് റിഗാർഡിങ് ഫോട്ടോസിന്തസിസ്. അപ്പൊ അതില് താഴെ കൊടുത്തിരിക്കുന്ന എബോ സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് എന്നാണ്. ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കാം. വീറ്റ് ആൻഡ് റൈസ് ആർ വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ തന്നെ ആൻസർ പറയാൻ നോക്കുക. അപ്പൊ ഈ പഠിച്ച കാര്യങ്ങളൊന്നും ഓർമ്മയിൽ വരുന്നത്.
read it well. Wheat and rice are very efficient converter of solar energy with a great productivity than sugarcane and maize. Wheat and rice are very efficient converter of solar energy with a great productivity than sugarcane and maize. നമ്മൾ ഓരോന്ന് നോക്കിയിട്ട് അങ്ങ് ഓപ്ഷനിൽ പോവാം. അപ്പൊ is it correct or not? കേട്ടൂടാ, ഒരു വൈബ്രേഷൻ ഉണ്ട്. അത് ഒന്നുകൂടെ പറഞ്ഞോളൂ. ശരിക്കും അത് റോങ് ഓപ്ഷൻ. റോങ് ആണോ? വീറ്റ് ആൻഡ് റൈസ് എന്ന് പറയുന്നത് C3 പ്ലാന്റ്സ്. അത് ആരാ പറഞ്ഞേ? ഷമീൻ. അല്ല, അതുകൊണ്ട് ഫോട്ടോസിന്തറ്റിക്കലി അതുകൊണ്ട് ഇത് റോങ് ആണ് അല്ലേ? ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ ഇതൊക്കെയാണ് ക്വസ്റ്റ്യന്റെ പാറ്റേൺ. മനസ്സിലാക്കുക ആരാണ്. അപ്പൊ നമ്മള് ഉദാഹരണം പഠിക്കേണ്ട പ്രാധാന്യം ഇപ്പൊ മനസ്സിലായല്ലോ. അപ്പൊ നമ്മള് വീറ്റൊക്കെ എന്താണ്, സോറി, റൈസും ഒക്കെ. അപ്പൊ അത് ശരിക്കും ഇതാണ്. അപ്പൊ C3 പ്ലാന്റ് ഏതാണ്, C4 പ്ലാന്റ് എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കാം. ഷുഗർ കെയിനും മെയ്സും എല്ലാം എന്താണ്, C4 ആണ്. അപ്പൊ പ്രൊഡക്ടിവിറ്റി അതിനല്ലേ കൂടുതൽ. അപ്പോ അടുത്ത, വെരി ഗുഡ്. Then C4 pathway requires more ATPs for the fixation of carbon dioxide than C3 cycle. Even then, C4 plants are more efficient photosynthetically. Correct or not? അത് എന്താണ്, ഈ മൈക്ക് എന്തോ ഒരു ഇതാണ്, വൈബ്രേഷൻ ആണ്, കേട്ടൂടാ. നിങ്ങൾ പറഞ്ഞു ശരിയായിരിക്കാം. എന്താണ് ഒന്നുകൂടെ പറഞ്ഞേ? ആരെങ്കിലും പറഞ്ഞു? കറക്റ്റ്. ഓക്കെ. ദെൻ തേർഡ്, in C4 plants, Robusco is present in bundle sheath cells. Correct option. Okay. Correct. Okay. Then C ആണ് ആൻസർ അല്ലേ? 2 and 3. Then ഇതുപോലെ മനസ്സിലാക്കി ഒന്ന് പറഞ്ഞാൽ. Then which of the following statement is true? Which of the following statement is true? Decarboxylation of malic acid to pyruvic acid in the presence of NADP malic enzyme occurs in mesophyll cells. False. Okay. Then B, NADP Me type of C4 photosynthesis. In NADP Me type of C4 photosynthesis, the oxalic acid formed is directly reduced in the chloroplast to produce malate. NADP Me type oxalic acid reduce ചെയ്ത് മാലിക് ആസിഡ് ആകുന്നു. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ? NADP Me ടൈപ്പിൽ അതാണല്ലോ. ദെൻ മാലിക് ആസിഡ് ആകുന്നുണ്ട്, മറ്റു ചിലതിൽ മാലിക് ആസിഡ് ആകുന്നില്ല. പിന്നെ അതിന്റെ വ്യത്യാസം മനസ്സിലാവും. പിന്നെ സോ ദെൻ ഇൻ C4 plants, carbon dioxide compensation point is higher than C3 plants. Wrong statement. C3 higher. അപ്പോ ഇവിടെ ആൻസർ B ആണ്. വെരി ഗുഡ്. ദെൻ നെക്സ്റ്റ്, which of the following statement is incorrect എന്നാ ചോദിച്ചിരിക്കുക. ഇവിടെ C3 plants respond to higher temperature, show higher photosynthetic rate, while C4 plants have lower optimum temperature. Is it correct? Correct ആണോ? റോങ് ആണ്. റജി തെറ്റിച്ചോ? സോ വായിക്കാം. C4 പ്ലാന്റ്സ് ഇതെല്ലാം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കില്ല.
ഞാൻ വ്യക്തമായിട്ട് C3 പറഞ്ഞു. എന്താ C3 പ്ലാന്റ്സിൽ എന്ത് കൂടിയാൽ നല്ലത്, എന്ത് കൂടിയാൽ മോശം, എന്താണ് എല്ലാം വായിച്ചിരിക്കുക. C4 plants respond to higher temperature optimum അല്ലേ. C3 പ്ലാന്റ്സിന് ടെമ്പറേച്ചർ കൂടിയാൽ എന്താ ഫോട്ടോ റെസ്പിറേഷൻ ഒക്കെ വരും, അപ്പൊ അന്നേരം അതിന് ദോഷമല്ലേ. അങ്ങനെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. ഇത്രത്തോളം ഞാൻ പറഞ്ഞത് നന്നായിട്ട് പഠിക്കുക. Then അപ്പോൾ tropical plants have higher temperature optimum than the plants adapted to temperature climate. So higher temperature optimum than plants adapted to. Correct. Yes, correct. C4 plants alle. Light reaction is less temperature sensitive than dark reaction. Light reaction less temperature sensitive than Correct. അപ്പൊ ഇപ്പൊ മനസ്സിലായല്ലോ. അപ്പൊ ഇനി കുറെ ക്വസ്റ്റ്യൻ, ഇനി നമ്മൾ ഇതിന്റെ പ്ലാൻ ഫിസിയോളജിയുടെ കുറച്ച് ഭാഗം കൂടെ തീർന്നതിന് ശേഷം നമ്മൾ മറ്റെല്ലാം ചെയ്തതുപോലെ എന്ത് ചെയ്യും, പ്രാക്ടീസ് ടെസ്റ്റിൽ നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യനിലുള്ളത് മാത്രമല്ല, നെറ്റിൽ ചോദിച്ചാൽ മാത്രമല്ല, അതുപോലെ ചോദിക്കാനുള്ളത്. പിന്നെ അതുകൂടെ ചെയ്യുമ്പോൾ ഇതിലേത് വന്നാലും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ദ ഓൺലി വൺ തിങ്, ഞാൻ പറയുന്നത് പോലെ ഈ കമ്പൈൻ ചെയ്ത് ഇന്നതിലെന്ത് ഇത് കംപ്ലീറ്റ് അങ്ങ് പഠിച്ചു വെച്ചിരിക്കുക. അത് എങ്ങനെ വന്നാലും നമുക്കറിയാമല്ലോ. അറ്റൻഡ് ചെയ്തിട്ടുള്ളവർ കാണുമല്ലോ. നെറ്റിന് ബി പാർട്ടിലോ സി പാർട്ടിലോ ഫോട്ടോസിന്തസിസ്, ലൈറ്റ് റിയാക്ഷൻ, എന്നിട്ട് ഡാർക്ക് റിയാക്ഷൻ, അതായത് C3 സൈക്കിള്, പിന്നെ എന്താണ് C4 ഫോട്ടോ റെസ്പിറേഷൻ, കാം. അടുത്ത ക്ലാസ്സിൽ കാമാണ്. ഇത്രയും പഠിച്ചു വെച്ചാൽ ബി പാർട്ടിലും സി പാർട്ടിലും 1-2 ക്വസ്റ്റ്യൻ കിട്ടാതെ ഇരിക്കത്തില്ല 100%. So next one more question. Read it. The C4 carbon cycle is a carbon dioxide concentrating mechanism evolved to reduce photorespiration. Is a statement. The following are stated as important features of C4 pathway. ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് എന്താണ്, C4 കാർബൺ സൈക്കിൾ എന്ന് പറയുന്നത് നമ്മളിപ്പോ പഠിച്ചു. ഇസ് എ കാർബൺ ഡയോക്സൈഡ് കോൺസെൻട്രേറ്റിംഗ് മെക്കാനിസം ഇവോൾവ്. എന്താ കാർബൺ ഡയോക്സൈഡ് കോൺസെൻട്രേറ്റിംഗ് എന്ന് പറഞ്ഞാൽ കാർബൺ ഫിക്സേഷൻ കൂടുതലായിട്ട് എഫിഷ്യൻസി കൂട്ടാനുള്ള ഒരു മെക്കാനിസം ആണ്. അപ്പൊ അതിനെക്കുറിച്ചുള്ള ചില സ്റ്റേറ്റ്മെന്റ് ആണ് താഴെ. ഇത് 2016 ഡിസംബർ സി പാർട്ടിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് നെറ്റിൽ. അപ്പോ ഉണ്ടോ, ഈ രീതിയിലൊക്കെയാണ് ചോദിക്കുന്നത്, മനസ്സിലാകുക. ഇതും കൂടെ, ഈ ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉള്ളൂ. ഒന്ന് ഭംഗിയായിട്ട് നമ്മൾ ഇതുവരെ പഠിച്ചത് ഞാൻ സമയം തരാം, വായിച്ചിട്ട് മനസ്സിലാക്കുക. The leaves of C4 plants have Kranz anatomy that distinguishes mesophyll cell and bundle sheath cell. ലാസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന which is correct എന്നാ ചോദിച്ചിരിക്കുക. ഇതാണ് അല്ലേ? ഓക്കെ, കറക്റ്റ് ആണ്. അടുത്ത, ഇൻ പെരിഫറൽ mesophyll cells, atmospheric carbon dioxide is fixed by phosphoenol pyruvate carboxylase, yielding a 4-carbon acid. In the correct. Okay. Then in the inner layer of mesophyll, inner ഒക്കെ അങ്ങ് വിടുക. In mesophyll, NAD malic enzyme decarboxylates 4-carbon acid and releases carbon dioxide in the mesophyll cell. NAD malic enzyme decarboxylates 4-carbon acid. ഇവിടെ NAD malic enzyme, NADP malic enzyme പറയാം. പിന്നെ റോങ് ആണ് അല്ലേ? കാര്യം അത് എവിടെയാ അത് റിലീസ് ചെയ്യുന്നത്? ബണ്ടൽ ഷീത്ത് സെൽ. കണ്ടോ, ഒരു വ്യക്തമായിട്ട് നമ്മൾ ഈ പാത്ത് പഠിച്ചിരിക്കുന്നു. അപ്പൊ നമുക്ക് തെറ്റത്തില്ല. Then carbon dioxide is again refixed through Calvin cycle in bundle sheath cell. Correct or incorrect? Carbon dioxide again correct ആണ്. Okay. അപ്പൊ ആൻസർ C ആണ് അല്ലേ?
എ ബി എൻ സി, എ ബി എൻ ഡി അല്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സില് എന്താണ്, നെക്സ്റ്റ് ക്ലാസ്സില് ഫോട്ടോ സോറി ക്യാമ്പ് സൈക്കിൾ. ക്യാമ്പ് സൈക്കിളാണ്. അപ്പൊ അതിനു മുമ്പ് ഞാൻ വോയിസ് മെസ്സേജ് ഇടേണ്ട കാര്യമില്ല, എന്തായാലും ഇടാം. പഠിച്ചിരിക്കുക ഇതത്രയും. ഇതിന് ക്യാമ്പ് സൈക്കിളില് ഇതെല്ലാം C3 സൈക്കിൾ, ഫോട്ടോ റെസ്പിറേഷൻ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അതെല്ലാം നന്നായിട്ട് പഠിച്ചിട്ട് വരിക. ഓക്കെ, താങ്ക് യു.